നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ മോൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ആക്കിയെടുത്തത്, അല്ലെങ്കിൽ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ലെഫ്റ്റ് ഹാൻഡി ആണ്. അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, അവൻ അതൊന്ന് പെൻസിലൊക്കെ ഒന്ന് പിടിച്ച് എഴുതി വരുമ്പോഴേക്കും. അപ്പോൾ LKG ആൻഡ് UKG അവൻ ഭയങ്കര സ്ലോ ആയിരുന്നു എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം അവന് തന്നെ അതൊരു വിഷമമായിരുന്നു, ബാക്കി കുട്ടികളൊക്കെ പിക്ക് ചെയ്തെടുക്കുമ്പോൾ അവൻ എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും റീഅഷ്വർ ചെയ്യായിരുന്നു, കുഴപ്പമില്ല മോന് വലിയ സ്കൂളിലോട്ട് എത്തുമ്പോൾ, വലിയ ക്ലാസ്സിലോട്ട് എത്തുമ്പോഴേക്കും അത് റെഡി ആയിക്കോളും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളും വിചാരിച്ചു നമ്മളങ്ങനെ പറയുമ്പോൾ ഓക്കെ ഇതൊരു വലിയ പ്രശ്നമല്ല എന്ന് ഓർത്തു. അപ്പം ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ആളിപ്പം നല്ല ഫുള്ളി എങ്ങനെയാണോ റൈറ്റ് ഹാൻഡഡ് ആയിട്ട് നമ്മൾ എഴുതുന്നത് അതുപോലെ തന്നെ, എന്നാൽ ഒരുപാട് നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിങ്ങിലാണ് ഇപ്പോൾ എഴുതുന്നത് കേട്ടോ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ക്രെഡിറ്റ് നമ്മളിപ്പോൾ പോകുന്ന സ്കൂളിന് തന്നെയായിരിക്കും കുറച്ചും കൂടെ കൊടുക്കാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കുഞ്ഞുങ്ങളെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല ബെറ്റർ ആക്കുന്നുണ്ട് കേട്ടോ. സ്പെഷ്യലായിട്ട് അവർക്ക് കോച്ചിങ് പോലെ, അതായത് ഒരു ടീം തന്നെയുണ്ട് അവർക്ക് ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ കർസീവിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ബുക്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അവൻ ഒരുപാട് എഴുതും. അതുപോലെ തന്നെ ഫുൾ വര ഒരുപാടുണ്ട്, നല്ല ഇഷ്ടമാണ് ആൾക്ക് വരയ്ക്കാൻ. അപ്പം അങ്ങനെ അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇപ്പം നല്ലതായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, വെറുതെ പറയുന്നതല്ല. അപ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ടുള്ള, അല്ലെങ്കിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് നന്നായിട്ട് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്നുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ബുക്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് വായിച്ചു കൊടുത്തതും, സ്റ്റോറീസും അല്ല എഴുതാനായിട്ടുണ്ടായിരുന്ന, അതായത് റൈറ്റിംഗ് പ്രാക്ടീസിനുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പുതിയ 2 ബുക്കും കൂടെ ഉണ്ട് പറഞ്ഞു തരാനായിട്ട്. അതിപ്പം സ്റ്റോറി ബുക്കാണ് കേട്ടോ. സ്റ്റോറി ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് 2 ബുക്ക്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഒസ്വാൾഡ് ബുക്സിൻ്റെ ആണ്. നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട്, പല ബുക്കുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും ഞാൻ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല മുന്നേ. അവൻ സ്റ്റോറി ബുക്കുകൾ ഞാൻ വായിച്ചു കൊടുക്കുമ്പോൾ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ ആൾ കേട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം ഇത് തനിയെ വായിക്കാൻ തുടങ്ങി. ആളിപ്പം അത്യാവശ്യം വായിക്കാനൊക്കെ അറിയാം, മീനിങ് ഒക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ബുക്ക് ആദ്യം കാണിച്ചു തരാം. ഇതിപ്പോൾ പഴയ നമ്മുടെ ഹിസ്റ്റോറിക്കൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റോറി ടെല്ലിങ്ങിൽ ഒരു ഇൻട്രസ്റ്റ് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യേ. അതുപോലെ തന്നെ കുറേ മോറൽ വാല്യൂസ് ഉണ്ട് ഇതിനകത്ത്, നമുക്ക് ഈ ബുക്ക് വായിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അതേപടി കയറാനായിട്ട് നല്ല ധൈര്യമാണെങ്കിലും അതുപോലെ തന്നെ ലോയൽ ആയിരിക്കുന്നതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്, അതൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അതിപ്പോൾ ഇവരുടെ ഒരു വൊക്കാബുലറി സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഈ ബുക്സ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ലെ വായിച്ചു കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞ് കുട്ടിക്ക് വായിച്ചു കൊടുക്കണം, മോൻ അത് തനിയെ വായിക്കും. പിന്നെ അവരുടെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിനുള്ള ഇൻട്രസ്റ്റ്, നമുക്ക് ആ സ്റ്റോറി തിരിച്ച് പറഞ്ഞു തരാൻ പറയുമ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിനുള്ള അവരുടെ ഒരു ഇൻട്രസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബുക്കാണിത്. പിന്നെ ഇവൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കർസീവ് റൈറ്റിങ്ങിലോട്ട് വന്നപ്പോഴാണ് ഭയങ്കരമായിട്ട് ഒരു ഇമ്പ്രൂവ്മെൻ്റ്, അല്ലെങ്കിൽ നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് കാണാൻ തുടങ്ങിയത് കർസീവ് റൈറ്റിംഗ് എഴുതി തുടങ്ങിയതിന് ശേഷം. അപ്പോൾ ഈ കർസീവിന് വേണ്ടിയിട്ട് കിട്ടുന്ന ബുക്കൊന്നും നിങ്ങൾ കളയാതിരിക്കുക. അത് എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങിച്ച് നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കുക. അതായത് ഹാൻഡ് റൈറ്റിംഗ് ഇപ്പം മോശമാണ്, ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളവരാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം, അവരെ ഒരിക്കലും മോശമായിട്ട് പറയരുത്, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് പറയാതിരിക്കുക. അതായത് മറ്റവരുടെ നല്ലതാണ്, നിന്റെ കൊള്ളില്ല, എന്താ ഇങ്ങനെ എഴുതുന്നേ, വൃത്തിക്ക് എഴുതുക, അങ്ങനെയൊക്കെ പറയാതെ എന്നതിന് പകരം നമ്മൾ എപ്പോഴും അവരോട് കുറച്ചും കൂടെ കഴിയുമ്പം നല്ലതാവും, നല്ല പതുക്കെ ഒരുപാട് സമയം എടുത്തിട്ട് എഴുതിയാൽ മതി, അല്ലെങ്കിൽ അവർക്കിടേതായ ഒരു ടൈം കൊടുക്കുക അവർക്ക് ഒന്ന് ഇമ്പ്രൂവ് ആയി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എത്രമാത്രം എഴുതിക്കാവോ അത്ര എഴുതിക്കുക, അതുപോലെ തന്നെ വരപ്പിക്കാനും ഒക്കെ. കാരണം ആ ഒരു പെൻസിൽ ഹോൾഡിങ് കപ്പാസിറ്റി അത് പ്രോപ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാലാണ്, ഗ്രാസ്പ് ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ, അതായത് അതിൻ്റെ ഗ്രിപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് അവർക്ക് എഴുതാനുള്ള ആ ഒരു ഈസിനെസ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെ ബുക്സ് കിട്ടാവോ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഈ വേറൊരു സാധനം കൂടി ഉണ്ട്, അത് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അത് ഇവർക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. അത് ആണ് അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അതും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഇതുപോലെ വളരെ നീറ്റായിട്ടാണ് ആള് ബുക്കുകളിൽ എഴുതുന്നത്. എല്ലാ സബ്ജക്റ്റും ഇതുപോലെ തന്നെ കേട്ടോ. പല ടൈപ്പ് ഓഫ് ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതും ആള്.
എല്ലാം അത്യാവശ്യം നീറ്റാണ്. നമുക്ക് നല്ലത് എന്നതിനേക്കാൾ ഉപരി നീറ്റായിട്ടാണോ എഴുതുന്നത് എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടന്റ്.